സഹമഹീതരോ മഹാഭോഗോ മഹാകരണം കാരണം കർത്തവ്യകർത്തവ്യതനത്. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മുടെ നാട്ടിലെ പൂരാണെന്ന്. അപ്പോൾ തലേദിവസം തന്നെ അച്ഛൻ മീനൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നെയ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ മസാല തേച്ച് വെക്കുന്നത് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് നടന്നില്ല. അപ്പം രാവിലെ എണീറ്റ് വഴിക്കതാ നെയ്മീനൊക്കെ വെള്ളത്തിലിട്ടു. പിന്നെ നൂൽപുട്ടിനുള്ള വെള്ളം വെച്ചു, മുട്ട അടുപ്പത്ത് വെച്ചു. ഇതാ പെട്ടി കണ്ട പെട്ടി ഒരാളിന്ന് രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. 5:30 ആകുമ്പോൾ എത്തിയിട്ടായിട്ടാണ്. പെട്ടെന്ന് വന്നതാ, ഒന്നും അറിയിക്കാതെ പെട്ടെന്ന് വന്നതാണ്. അപ്പം മീനിനുള്ള മസാല റെഡിയാക്കാണ് കേട്ടോ. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, നല്ല ജീരകം, പെരിഞ്ജീരകം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കുറച്ച് വിനാഗിരും കൂടി ആഡ് ചെയ്തിട്ടോ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു. എന്നിട്ട് ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ഇന്നലെ മീൻ കൊണ്ടുവന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല എരിവ് വേണം, പുളി വേണം, അതുപോലെ തന്നെ നല്ല എരിവും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ മീനൊക്കെ കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കണം, നന്നായിട്ട് മസാല പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ബിരിയാണിക്ക് ബസ്മതി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഗ്ലാസ് അരി, കാണുന്ന ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അത്രയും മതി, അത് തന്നെ ഇവിടെ ബാക്കിയാവും എന്നുള്ളത് ഉറപ്പാണ്. രാവിലെ എന്തായാലും ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കും, രാത്രി അങ്ങനെ പിന്നെ അമ്മമ്മയും അച്ഛനൊക്കെ ചപ്പാത്തി ആയിരിക്കും കഴിക്കുക. പിന്നെ ഏട്ടൻ കഴിക്കും, പിന്നെ പിള്ളേരൊന്നും കഴിക്കുന്നുണ്ടാവില്ല. അപ്പം പിന്നെ ഞാനാണെങ്കിൽ ഡയറ്റിലാണ്, അപ്പം കുറച്ച് ഞാനും കഴിക്കുള്ളൂ. അപ്പം പിന്നെ കുറച്ച് ചോറ് മതി. പിന്നെ നമുക്കിന്ന് വിരുന്നേരം ഒന്നും ആരുമില്ല, അപ്പം പിന്നെ ഇതന്നെ. അപ്പം പിന്നെ അപ്പം 3.5 ഗ്ലാസ് അരി എടുത്തിട്ട് നന്നായിട്ട് അരിയൊക്കെ കഴുകി കുതിർത്ത് വെക്കാൻ വെച്ചുട്ടാ. നമുക്കിന്ന് അമ്പലത്തിൽ പോകണം, രാവിലെ അമ്പലത്തിൽ പോയിട്ടൊന്ന് തൊഴണമല്ലോ. അപ്പം രാവിലത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ മീൻ മസാല പുരട്ടി വെച്ചു, അരി കഴുകി കുതിർത്തി റെഡിയാക്കി വെച്ചു കേട്ടാ. അങ്ങനെ പൊന്നും ലച്ചൊക്കെ എണീറ്റ് വന്നപ്പോൾ പെട്ടി തുറക്കണ പരിപാടിയാണ്. അപ്പം 3 പേരും അച്ഛനൊക്കെ കണ്ട് അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് ഹാപ്പി ആയിട്ട് അച്ഛൻ കൊണ്ടുവന്ന പെട്ടിയൊക്കെ തുറക്കാണ്. കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, കുറെ മിഠായി സാധനങ്ങൾ തന്നെ കൊണ്ടുവന്നോളൂ, കാരണം പെട്ടെന്ന് ഏട്ടൻ തീരുമാനം എടുത്തതാ. അപ്പൊ പിന്നെ കയ്യിൽ കിട്ടിയത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഓടി വന്നു. അങ്ങനെ ജാനിക്കുട്ടി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഈ ഒരു സെറ്റും കൊണ്ടും ബ്ലൗസായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ വേഷം. പിന്നെ പൊന്നു ധാവണി എടുത്തിട്ടുണ്ട്. പിന്നെ ലച്ചും ഇതുപോലെ ഒരു ധാവണി തന്നെയാണ്, പക്ഷെ അവള് ഷോൾ ഇട്ടിട്ടില്ല കേട്ടോ. ലച്ചുവിനെ കാണിച്ചു തരാം. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. അയ്യപ്പ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ, കല്ലിട്ടുകാവ് അയ്യപ്പ ഭഗവതി ക്ഷേത്രമാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ പൂരമൊന്നുമല്ല കേട്ടോ, കുഞ്ഞൊരു പൂരാണ്. ഒരൊറ്റ ആന ഉണ്ടാവും, കുറച്ച് രണ്ടെണ്ണം മേളക്കാരുണ്ടാവും. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതപ്പോ കച്ചവടക്കാരൊക്കെ ഇവിടെ ഈ റോഡ് സൈഡിലാണ് കച്ചവടക്കാര്, ഉള്ളിലൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കുള്ള കുറച്ച് പൊരിയും അങ്ങനെ മുറുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നു. എന്നിട്ട് ചായയൊക്കെ കൊടുത്തിട്ട് വേഗം ചോറ് വയ്ക്കാൻ നിന്നു കേട്ടാ. കണ്ടോ, നമ്മള് രമ്പേല, പിന്നെ കറുകാപ്പട്ടന്റെ കറുകാപ്പട്ട, ഗ്രാമ്പു എല്ലാം ഇട്ടിട്ട് ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മീൻ നന്നായിട്ട് മൊരിച്ച് വറുത്തെടുക്കണം കേട്ടാ. ഫിഷ് ബിരിയാണി ഞാൻ പലതരത്തിലും വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഷെമീസ് കിച്ചൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ 2 സ്റ്റെപ്പ് കോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോറ് വേവിക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ ആ ചോറിന് കൂടുതൽ സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പം അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ സബോള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ സബോള ഒക്കെ നന്നായി വാടി വന്നപ്പോൾ
അതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അപ്പൊ ഇളക്കിയിട്ട് അവിടെ അമ്മയാണെങ്കിൽ അടച്ചു വെച്ചു നെയ്മീൻ വേവിച്ചു വെച്ചിട്ട് കേട്ടോ. കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രാത്രി നമുക്ക് ചപ്പാത്തിക്ക് എന്തായാലും കറി വേണ്ടി വരും. അപ്പൊ അമ്മ അവിടെ മീൻകറി റെഡി ആക്കുന്നുണ്ട്. പിന്നെ ഇതാ മീനൊക്കെ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എരിവില്ലാതെ ജാനിക്കുട്ടിക്കും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മസാലയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മീറ്റ് മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക്, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്തു, എണ്ണ തെളിഞ്ഞ് വരണ വരെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഷിമ്മീസ് കിച്ചണിന്ന് കോപ്പി പിടിച്ചെന്ന് പറഞ്ഞില്ലേ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. അതായത് ഈ മസാലയൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കഷ്ണം മീൻ ചെറുതാക്കി നുറുക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മീൻ നന്നായി വെന്ത് ആ മീൻ ഉടഞ്ഞിട്ട് ആ മസാലയിൽ ചേർന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു മസാല കഴിക്കാൻ. അപ്പം ഞാൻ കുറച്ച് തൈരും പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടോ. ഈ ഒരു മസാല അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു മസാല കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മീനുണ്ടല്ലോ, ആ മീൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ മസാല ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചു കേട്ടാ. ഞാൻ അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തില്ല. ഈ മീനിൽ ഈ മസാല പുരട്ടിയിട്ട് അതൊന്ന് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ ബാക്കി വന്ന മസാലയ്ക്കാണ് ഞാൻ ചോറ് ഇട്ട് കൊടുത്തത്. നമ്മൾ വലിയ അരിയാണ് കേട്ടോ എടുത്തത്, ബിരിയാണി വെക്കാൻ ചെറിയ അരി ഉണ്ടായിരുന്നില്ല. അപ്പൊ വലിയ അരി തന്നെ എടുത്തത്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറ്, ഇതിൽ നെയ്യൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ കുറച്ച് ചോറ് അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടോ. അമ്മ മീനൊന്നും കഴിക്കില്ലല്ലോ, മീനും ഇറച്ചിയൊന്നും കഴിക്കില്ല. അപ്പൊ ഇതുപോലെ ചോറ് വേവിച്ചത് കുറച്ച് അമ്മയ്ക്ക് മാറ്റി, അല്ലെങ്കിൽ നമുക്ക് ഈ ചോറ് വേവിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് മീനൊക്കെ ആഡ് ചെയ്താൽ ആ ചോറിലും ആ മീനിന്റെ ഒരു ഫ്ലേവർ വരും. അപ്പൊ ഞാൻ പറഞ്ഞില്ല നേരത്തെ മസാല കോട്ട് ചെയ്തിട്ട് മീൻ മാറ്റി വെച്ചു, അത് ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഈ മസാല നന്നായിട്ട് ചോറിൽ മിക്സ് ചെയ്ത് എടുത്തു. എന്നിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സബോള വറുത്ത് കോരിയെടുത്തത്, നെയ്യിൽ വറുത്ത് കോരിയെടുത്തത് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ മസാലയിൽ കോട്ട് ചെയ്ത് വെച്ച മീൻ ഇതിന്റെ മുകളിൽ ഇങ്ങനെ അടക്കി വെച്ചു. എന്നിട്ട് അടച്ചു വെച്ചു. പിന്നെ ദമ്മോ കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റ് വേവ് തന്നെയായിരുന്നു ചോറ്. അപ്പൊ ബിരിയാണി ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. ആവശ്യത്തിന് എരിവും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 തരം സാലഡും പിന്നെ അമ്മയുടെ ചോറും പിന്നെ മീൻകറി എല്ലാം സെറ്റ്. അപ്പൊ എല്ലാം റെഡി ആയപ്പോൾ ഞാൻ എല്ലാവരെയും പോയിട്ട് ഊണ് കഴിക്കാൻ വിളിച്ചു. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഊണ് കഴിച്ചിട്ടൊന്ന് കിടന്നുറങ്ങണം. ഞാനാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ഒരു 5:30 ഒക്കെ ആവുമ്പോ പൂരം കാണാൻ പോവാന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് അപ്പോഴൊക്കെ തന്നെ പൂരം അവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അച്ഛൻ വന്നിട്ട് എന്നോട് പറയണ്ട, അമ്മമ്മയ്ക്ക് മീൻ കൊടുക്ക്, മീൻ വിളമ്പ്. അപ്പൊ അമ്മമ്മയ്ക്ക് പല്ലില്ല, അണക്കിന് പല്ലില്ല. അപ്പൊ അത് കാരണം അങ്ങനെ ഹാർഡുള്ളതും മൊരിഞ്ഞതൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ അമ്മമ്മ എൻ്റെ അടുത്ത് വേണ്ട വേണ്ട, അച്ഛൻ കാണാണ്ട് എൻ്റെ അടുത്ത് വേണ്ട, ഇനിയിപ്പൊ ഞാൻ ഇട്ടെടുത്ത മീനൊക്കെ തിരിച്ച് എനിക്കാൻ ഇട്ടാന്ന് കേട്ടോ അമ്മമ്മ. അപ്പൊ അച്ഛനാണെങ്കിൽ അമ്മമ്മയ്ക്ക് ഇട്ടുകൊടുക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കുകയാണ്. അമ്മമ്മയ്ക്ക് കഴിക്കാൻ പറ്റാത്തോണ്ടാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഊണൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങിയിട്ട് ഏട്ടൻ ഞങ്ങളുടെ ചങ്ങനാകുളത്തേക്ക് പോയി. അച്ഛൻ എന്നെയും പിള്ളേരേനെയും പൂരപ്പറമ്പിലാക്കി തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ കാറിൽ പോവാനിട്ട്. അമ്മ വന്നില്ല, അമ്മയൊന്നും വന്നില്ല, വയ്യാത്ത കാരണം. അമ്മയ്ക്ക് നിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ വന്നില്ല കേട്ടോ. പിന്നെ പൂരപ്പറമ്പിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ആന ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ചെണ്ടമേളക്കാരുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കല്ലിട്ടാവ് ഭഗവതി ക്ഷേത്രം. ഞാൻ ചില വ്ളോഗ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് പിന്നെ പൊന്നൂന്റെയും ലിച്ചുവിന്റെയും കസിനാട്ടോ. ഇത് മീനാക്ഷി, അത് വാവച്ച്, അത് ഇഷാന്. അപ്പൊ ഇവരെല്ലാരും കൂടിയിട്ട് ഐസ്ക്രീം മേടിച്ച് കഴിക്കുക, പിന്നെ മറ്റേ ഒരു പടക്കൊക്കെ മേടിച്ച് പൊട്ടിച്ച് ആകെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ് അവര്. പിന്നെ പൊന്നു നാളെ ആനുവൽ ഡേ ആണ്. അപ്പൊ ഡാൻസ് ഉണ്ട്. അപ്പൊ അതിന് 2 കയ്യിലും മൈലാഞ്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് തന്നെ മൈലാഞ്ചി ഇടിപ്പിച്ചു വിട്ടാ. അപ്പൊ ഒരു കയ്യിൽ ചെയ്യാൻ വേണ്ടിട്ട് 100 രൂപ. എന്റെ അവിടുത്തെ പൂരൊക്കെ ആണെങ്കിൽ ഇതിപ്പോ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് നിർത്തേണ്ടി വരും. ഇപ്പൊ ഇവിടെ അവര് എൻജോയ് ചെയ്ത് നടക്കണം. പൂരപ്പറമ്പ് ഫുള്ളും അവരുടെ കയ്യിലാക്കി നടക്കാണ്. പിന്നെ അത് ഒട്ടും ഇഷ്ടമല്ലാണ്ട് ഒരു സാധനം മേടിച്ച് കഴിച്ചു, പാനിപ്പൂരി. ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ വെറുതെ ഏട്ടൻ മേടിച്ചു കൊടുന്നപ്പോ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ. പിന്നെ ഞങ്ങള് പൂരം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് പോരുമ്പോഴാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ വരുന്നുള്ളൂ. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടികളൊക്കെ കാണുന്നിട്ട്.
പൊതുവെ ഉണ്ടാവാറില്ല, ഏതെങ്കിലും ഒരു ടീമൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം 3 ടീം ഉണ്ടായിരുന്നു. റോട്ടിലൊക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് പിള്ളേരൊക്കെ നന്നായിട്ട് ഡാൻസ് കളിച്ചായിരുന്നു. സോ ഇപ്രാവശ്യത്തെ പൂരം എന്ന് പറയുന്നത് കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും പൂരം അടിപൊളിയാവണം കേട്ടോ. അപ്പൊ എന്റെ ഇന്നത്തെ പൂരം വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോ എന്തായാലും എല്ലാവർക്കും ടാറ്റ ബൈ.